നെയ്മർ നെക്സ്റ്റ് വേൾഡ് കപ്പ് കളിക്കും? അതെല്ലാം ബ്രസീലിയൻ ഓഡിയൻസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി നെയ്മറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു February 5th. അതിന് ബ്രസീലിയൻ നാഷണൽ ടീം വിഷ് ചെയ്തില്ല. കാരണം എന്താ, അതിൻ്റെ ഒരു സ്ട്രേഞ്ച് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് വിൻ ചെയ്തവരെ മാത്രമേ ഇനി ബ്രസീലിയൻ നാഷണൽ ടീം അവർ ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുള്ളൂ. ഓക്കെ, they can even make an exception for an all-time top scorer of Brazilian national team. ബ്രസീലിയൻ നാഷണൽ ടീമിൻ്റെ all-time top scorer ആണ് നെയ്മർ ജൂനിയർ. അദ്ദേഹത്തിന് ഒരു എക്സെപ്ഷൻ പോലും വെക്കാൻ വയ്യ. അതുപോലെ തന്നെ കാർലോ ആൻസലോട്ടി 100% ഫിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആരൊക്കെ ബ്രസീലിയൻ നാഷണൽ ടീമിൽ ഉറപ്പായിട്ടും ഈ ഒരു വേൾഡ് കപ്പിന് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു പ്ലേയേഴ്സിൻ്റെ ലിസ്റ്റ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അതിലും നെയ്മർ ജൂനിയർ ഇല്ല. ഓക്കെ, ഈ ഒരു വിനി ജൂനിയർ, റഫീനിയ, റോഡ്രിഗോ, എസ്താവോ ഇവരൊക്കെയാണല്ലോ 100% ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രസീലിയൻ നാഷണൽ ടീമിൽ ഭയങ്കരമായിട്ട് ഫോം ആവുമെന്ന് അദ്ദേഹം പറയുന്നത്. പക്ഷേ അവരൊക്കെ എന്താണ് ബ്രസീലിയൻ നാഷണൽ ടീമിൽ കൊണ്ടുവന്നു എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അവർ ക്ലബിന് വേണ്ടി അടിപൊളിയായിട്ട് കളിക്കുന്ന പ്ലേയേഴ്സാണ്, അതിലൊന്നും നോ ഡൗട്ട്. ബട്ട് നെയ്മർ ഇൻ ദിസ് യെല്ലോ ജേഴ്സി അത് ഡിഫറെൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, അദ്ദേഹം ആ ഈ ഒരു നാഷണൽ ടീമിൽ ഉണ്ടാക്കിയ ഒരു ക്ലച്ച് മൊമെൻറ്റ്സ് അത് വേറെ തന്നെയാണ്. ബ്രസീലിയൻ ഇപ്പോൾ ലാസ്റ്റ് വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനൽ ക്രൊയേഷ്യക്കെതിരെയുള്ള ഒരു മാച്ച് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എല്ലാവരും ഗോൾ അടിക്കാൻ കഷ്ടപ്പെടുക. ബ്രസീലിയൻ ടീം ആ ഒരു മാച്ച് ടൈറ്റായി. ആ ഒരു സമയത്ത് നെയ്മറാണ് പുറകിലോട്ട് ഇറങ്ങി വന്ന് ആ ഒരു ബോൾ എടുത്ത് അവിടെ ആ ഒരു ഗോൾ സ്കോർ ചെയ്തത്. ഒരു പെലയെ മറികടന്നൊരു ഗോളാണത്. അത് അത്രയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെടാത്തതിൻ്റെ കാരണം അന്ന് ബ്രസീൽ തോറ്റു. അത് തന്നെയാണ് കാരണം. അപ്പോൾ ആ ഒരു നെയ്മറെ പുറത്തിരുത്തു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. അറിയില്ല, എല്ലാം ശരിയാവട്ടെ. ബ്രസീൽ വേൾഡ് കപ്പിന് കളിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. കളിക്കട്ടെ, അത് തന്നെ ഇപ്പോൾ നമുക്ക് പറയാനുള്ളൂ.